ഹായ് ഉല്ലാസ്, ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ പൂത്ത കാശാണ്. പൂത്ത കാശ. അതെ ഇഷ്ടം പോലെ കാശുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കാശ് വെച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാശ് കൊടുക്കണേ? ഇങ്ങനെയല്ലേ കൊടുക്കണേ? ഞങ്ങൾ ഇങ്ങനെ ഷവലിന് കുത്തി കോരി കൊടുക്കും. വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹൈറേഞ്ചിൽ ഞങ്ങളൊരു റേഡിയോ തുടങ്ങുന്നൊരു എഫ് എം തുടങ്ങാൻ പോവാ. ഹൈറേഞ്ച് എഫ് എം. റേഞ്ച് കിട്ടുമോ? ഹൈറേഞ്ചിന് റേഞ്ച് ഉണ്ടോ? സ്ഥലത്തിന്റെ പേരിനകത്ത് തന്നെ റേഞ്ച് കിടക്കല്ലേ. ഹൈ റേഞ്ച്. എന്റെ മൊബൈലുണ്ട്, അതിന്റെ മൂല പൊട്ടിയിരിക്കുക. നിലത്ത് വീണതല്ല. ഈ ഹൈ റേഞ്ചിന് റേഞ്ച് കുമിഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ ചൂടായി പൊട്ടിത്തെറിച്ചു പോയതാ. എന്താ പ്രോഗ്രാം നിങ്ങൾ എന്താ ചെയ്യുന്നത്? റേഡിയോ തുടങ്ങാൻ ഹൈ റേഞ്ച് തുടങ്ങുന്നു. ഹൈ റേഞ്ച് റേഡിയോ. ഉയരം കൂടുന്തോറും പാട്ടിന്റെ നീളം കൂടും. ഇത് എഫ് എം റേഡിയോ തുടങ്ങണമെങ്കിൽ നിങ്ങൾ ആർജേസ് ആണോ? ഞാൻ ആർജെ ജേക്കബ്. ഞാൻ ആർജെ വില്യം. ശരി. ഈ പുള്ളിയിലെ പണ്ട് മുതല് ഈ ഫീൽഡിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് മുതല് പുള്ളിയിൽ ഒരു ആർജെ കിടന്ന് തുള്ളി കളിക്കണം. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ശരി. അതങ്ങനെ മറ്റേന്ന് പറഞ്ഞിട്ട് സാധനം ഇട്ടു കൊടുത്ത് പ്ലാസ്റ്റിക് ബുക്ക് പേപ്പർ ബക്കറ്റ് പൊട്ടിയത് വലിയ കൊടുക്കാറുണ്ടോ? പഴയത് വലിയ കൊടുക്കാറുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ എഫ് എം തുടങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് വെച്ചൊക്കെ എങ്ങനെ ഒരു എഫ് എം റേഡിയോ തുടങ്ങാൻ പറ്റും? അല്ല, ഈ റേഡിയോ ഒക്കെ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് വേണ്ടേ? അതെ. അയ്യോ, ഞങ്ങൾക്ക് മൊത്തം കഴിവല്ലേ. അത് തന്നെയല്ല, ഒരു റേഡിയോയിൽ പരിപാടി തുടങ്ങണമെങ്കിൽ ഒരു 4 പാട്ടും 4 ബ്ലോക്കും ഉണ്ടെങ്കിൽ ഒരു റേഡിയോയിൽ ഒരു പരിപാടിയായി. 4 പാട്ടും 4 ബ്ലോക്കും. അതെങ്ങനെയാണ്? അതറിയാൻ പാടില്ലേ? ഹലോ, ഞാൻ ആർജെ ജേക്കബ്. എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് ഭയങ്കര ബ്ലോക്കാണ്. തിരുവനന്തപുരത്ത് നിന്നുണ്ടല്ലോ നെയ്യാറ്റിൻകരയ്ക്കും കട്ടപ്പനയ്ക്കും ഒന്നും പോകാൻ കഴിയുന്നില്ല. ആകപ്പാടെ ജനങ്ങൾ വലിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആകപ്പാടെ 4 മണിക്കൂറുകൾ ബ്ലോക്കിൽ പെട്ട് ബുദ്ധിമുട്ടി കിടക്കുകയാണ്. വഴി തെറ്റി വന്നു ഞാനൊരു വാനം പാടി. കണ്ടോ? ഹലോ, നമസ്കാരം. ഞാൻ ആർജെ ജേക്കബ്. എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനിപ്പോൾ വെഞ്ഞാറമ്മൂട് നിൽക്കുകയാണ്. വെഞ്ഞാറമ്മൂട് ഇടിമിന്നൽ കാരണം സിഗ്നലൊക്കെ മൊത്തം പോയി കിടക്കുകയാണ്. വെഞ്ഞാറമ്മൂട് നിന്ന് കല്ലറയ്ക്കോട്ടോ കാരറ്റോട്ടോ ആറ്റിങ്ങിലോട്ടോ പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഭയങ്കര ബ്ലോക്കിൽ ജനങ്ങള് ബുദ്ധിമുട്ടി കിടക്കുകയാണ്. നീർമഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി ഗോപിൻ കരളിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി. ഇത് ആർജെ ജേക്കബ്, ഞാൻ ആർജെ വില്യംസ്. എങ്ങനെയുണ്ട്? ഇത് ഞങ്ങള് ഉയരും കൊടുക്കും, പാട്ടിന്റെ നീളം കൂടും. ഇത് ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്നും ഹൈറേഞ്ചിലേക്ക് ഞങ്ങൾ കപ്പ പറിച്ചു നടന്നവരെ ഞാൻ നടാൻ പോവാ. ഇത് മാത്രമല്ലാത്ത വേറെ കഴിവുകളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ വേണ്ടേ? പാട്ട് വേണ്ട. പാട്ട് വേണ്ട. 3-ാമത്തെ പേജിൽ 5-ാമത്തെ പാട്ടാ. പാട്ട് വേണ്ട. പാട്ട് വേണ്ടെന്ന് പറയാ, പേജും പറഞ്ഞു കൊടുക്കുക. ചിലപ്പോ മടക്കിയാലോ. അങ്ങനെ ഒരു പാട്ടുണ്ടോ? നോക്കട്ടെ. ഇത് മിഹ് മിഹ് എന്നല്ലാതെ പിന്നെ ഇതേത് പാട്ടാ? പ്രാവേ വഹ വഹ, പ്രാവേ വഹ വഹ. ഇതേത് പാട്ടാ? അങ്ങനെ ഒരു പാട്ടുണ്ടോ? പിന്നെ മനസ്സിലാകുന്നില്ല. പ്രാവേ വഹ വഹ എന്നല്ല, പിന്നെ പ്രവാഹമേ ഗംഗാ പ്രവാഹമേ. അത് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇത്രയും കാശുണ്ട്, നിങ്ങൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്തുകൂടായിരുന്നു? അല്ല, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതെന്താ പറ്റാത്ത? കാരണം പണ്ട് ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. അന്ന് പാട്ട് കേൾക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. ഞായറാഴ്ച രഞ്ജിനി കേൾക്കാൻ വേണ്ടി ഞാൻ വീണ്ടും തൊട്ടപ്പോഴുള്ള തോമസേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ രഞ്ജിനി കേൾക്കണതിന് തൊട്ട് മുമ്പ് അവിടുത്തെ പയ്യൻ വന്ന് റേഡിയോ തൊട്ടിട്ട് പറയാ, റേഡിയോ ചൂടായി, ഇനി രഞ്ജിനി കേൾക്കില്ല, ഇറങ്ങിപ്പോടാ. വളരെ വിഷമത്തോടെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ എനിക്ക് വയലും വീടും ഭയങ്കര ഇഷ്ടമായിരുന്നു. റേഡിയോയില് ഈ വയലും വീട് കേൾക്കാൻ വേണ്ടി ഞാൻ ദാമോദരന്റെ വീട്ടിൽ ചെല്ലുമ്പോ ദാമോദരന്റെ മോൻ എന്നെ കമ്പി വഴിക്ക് അടിച്ച് ഓടിക്കും. ഞാൻ വയല് വഴി ഓടി എന്റെ വീട്ടിൽ വരുമായിരുന്നു. അന്നേരം അമ്മ സോപ്പ് പൊട്ടി കാണിച്ചിട്ട് പറയും, മോനെ ഇത് ഒരു റേഡിയോ ആടാ, ഇത് ഒരു റേഡിയോ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്തെങ്കിലും ഒരു കോടീശ്വരനായി കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ഹൈറേഞ്ചിൽ ഒരു റേഡിയോ തുടങ്ങുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം പ്ലാനിംഗ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ റേഡിയോ എഫ് എമ്മിനെ കുറിച്ച്, ഈ എഫ് എം റേഡിയോയെ കുറിച്ച് നിങ്ങൾ ലൈവായിട്ട് ഒരു 2 വാക്ക് സംസാരിക്കണം. ഹലോ, നമസ്കാരം. ഞങ്ങളിപ്പം ഈ ഹൈറേഞ്ച് എഫ് എം റേഡിയോയുടെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പുതിയ ഒരു എഫ് എം മലയാളികൾക്കായി ആർജെ വില്യംസും ആർജെ ജേക്കബും കാശ് ഞങ്ങൾക്ക് വിഷയമല്ല, ഷവലിന് കാശ് കാശ് വിഷയമല്ല, അത് ഷവലിന് കോരി തരുമെന്നാണ് പറയുന്നത്. ഉയരം കൂടുന്തോറും പാട്ടിന് നീളം കൊള്ളാത്ത പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉയരം കൂടുന്തോറും പാട്ടിന് നീളം കൂടും.
പോരെ? നമ്മുടെ ഒരു കോള് വരുന്നുണ്ടല്ലോ. ആ? ഓ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബുക്കിംഗ് ആയെന്ന് തോന്നുന്നു. കോള് വരുന്നുണ്ട്. ഹലോ ഏ ആണോ? ആ എപ്പോ? ഇപ്പൊ കാണിച്ചോ? വരുമെന്നോ? അയ്യോ സംഭവം അറിഞ്ഞോ? ഇല്ല. വിജിലൻസ് നമ്മുടെ വീട്ടിലോട്ടും സ്റ്റുഡിയോയിലോട്ടൊക്കെ പോവാണ് മൊത്തം റെഡി ചെയ്യാനായിട്ട്. ആ എന്തിനാ? കണക്കിക്കൊള്ളാത്ത കാശ് നമ്മുടെ ഷവലിന് കുത്തിക്കോരി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് നമ്മുടെ വീട് സ്റ്റുഡിയോ ഒക്കെ വിജിലൻസ് റെഡി ചെയ്യാൻ പോവാണെന്ന്. ദൈവമേ, അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ല. 5 പൈസ ഇല്ല റെഡി ചെയ്ത് കഴിഞ്ഞാൽ. എല്ലാം റെഡി ചെയ്ത് പോയി. എല്ലാം റെഡി ചെയ്ത് പോകും. വീട് സ്ഥലം പൈസ ഒക്കെ എല്ലാം പോകും. എന്താ ചെയ്യും? എന്ത് ചെയ്യാനാ? പഴയ പണി ചെയ്താലോ? മറ്റേ പഴയ പണി തന്നെ തുടങ്ങാം അല്ലേ? ഒന്നേന്നും പറഞ്ഞ് 3, 4 പഴയ അലോമിനിയം പ്ലാസ്റ്റിക് ബുക്ക് പേപ്പർ ബക്കറ്റ് പൊട്ടിയ വല്ലതും കൊടുക്കാനുണ്ടോ? പഴയത് വല്ലതും കൊടുക്കാനുണ്ടോ? പഴയ അലോമിനിയം പ്ലാസ്റ്റിക് ബുക്ക് പേപ്പർ വല്ലതും കൊടുക്കാനുണ്ടോ? ഇത് റെയ്ഡിന് വരുന്നതല്ല ഉള്ളൂ. പെട്ടെന്ന് ചെയ്താൽ എല്ലായിടത്തും മാറ്റാം അല്ലേ? പെട്ടെന്ന് പോകും. എന്നാ പെട്ടെന്ന് പോകാം. പോക്കോ. അപ്പൊ ഓക്കെ.